നമസ്കാരം, ഞാൻ അനിൽ നായർ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് ധാരാളം പേര് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് വീണ്ടും തുടങ്ങുകയാണ്. പക്ഷേ പേരിൽ ചെറിയൊരു മാറ്റം. ഇൻഡിക് ക്യാൻവാസ് എന്നാക്കിയിട്ടുണ്ട്. റെയിൽവേയിൽ ഏറ്റവും കഠിനമായി ജോലി ചെയ്യുന്ന ട്രാക്ക്മാൻമാരെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. ട്രാക്ക്മാൻമാരുടെ ജീവിതം ഒരു വീഡിയോയിലും കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മാസം 31 പാലക്കാട് ഡിവിഷനിൽ നിന്നും വിരമിക്കുന്ന സുകുമാരി ചേച്ചിയുടെ വിശേഷങ്ങളുമായാണ് ഈ വീഡിയോ തുടരുന്നത്. സുകുമാരി 21 വർഷമായി. ഇപ്പോൾ 2004 കയറിയത്. മുമ്പ് കുറച്ച് 84 18 വയസ്സാകുമ്പോൾ ഞാൻ കയറിയതാണ്. സുകുമാരി ചേച്ചി ഉൾപ്പെടുന്ന ഗ്യാങ് നമ്പർ 6 ഒരു പ്രത്യേകതയുണ്ട്. അതിലെല്ലാവരും വനിതകളാണ്. 13 വർഷം ഫീമെയിൽ തന്നെയാണ് ആയിരുന്നു. കഞ്ചിക്കോടായിരുന്നു. പിന്നെ മേസ്ത്രിയായിട്ട് പോസ്റ്റ് വാളയാറ് പോയി. പോയിന്റുകളൊക്കെ നന്നായി നോക്കി. നല്ല ട്രാക്ക് എനിക്ക് നോക്കണം. നമ്മൾ അതിനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത്. ഞങ്ങളെ വിശ്വസിച്ചിട്ടാണല്ലോ നിങ്ങളും കൂടെ. ആനയൊക്കെ ഉണ്ട് സാറേ. ആനൻ്റെ മുമ്പിലൊക്കെ ഇപ്പോഴുണ്ട്. ഓ, എത്രയോ പ്രാവശ്യം വിട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പോകുമ്പോൾ തന്നെ ഏലൈൻ്റെ സൈഡ് ആന നിൽക്കുക, ഞങ്ങൾ ബീലൈന് കറക്റ്റ് ആനയും ഞങ്ങൾ. പക്ഷേ എന്ത് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ട്രാക്ക് 1 ഇഞ്ചും നമുക്ക് വിലയണമെന്നുള്ളതിൽ നമ്മൾ ആ ലൊക്കേഷൻ കറക്റ്റ് ചെയ്ത് പോയി വന്ന് നോക്കിക്കൊണ്ട് വന്ന് തന്നെ ആവണം. ആ വാങ്ങുന്ന ശമ്പളത്തിന് ഒരു മനസാക്ഷിയോടെ പണി ചെയ്യണമെന്നൊരു ലക്ഷ്യമുള്ളത്. കുറേ മൃഗങ്ങൾ പറഞ്ഞാൽ അവരിനെയൊക്കെ ട്രാക്കിൽ കൊണ്ട് തള്ളും സാർ. കണ്ണേ വിളിച്ചിട്ടുണ്ടാവില്ല നായ്ക്കുട്ടികൾ. ചോറാണെങ്കിൽ വെള്ളമാണെങ്കിൽ കൊടുത്തിട്ട് അങ്ങനെ ഒരു ജീവനല്ലേ സാർ അത്. ഒറ്റയ്ക്ക് ട്രാക്കിലൂടെ നടക്കുമ്പോൾ ചിന്നി ചിതറിയ മനുഷ്യ ശരീരങ്ങൾ കാണേണ്ടതായി കണ്ടിട്ടുണ്ട് സാർ. കണ്ടിട്ടുണ്ട്. നല്ല കൈകൊണ്ട് പൊറുക്കിയിട്ടുണ്ട്. നായ എടുത്തിട്ട് പോകുന്നത് കണ്ണാലെ കണ്ട. ഈ റൂട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലോക്കോ പൈലറ്റുമാർക്കും ട്രെയിൻ മാനേജർക്കും സുപരിചിതയാണ് സുകുമാരി ചേച്ചി. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ട്രാക്ക്മാൻ അല്ലെങ്കിൽ കീമാൻമാർ. അവരാണ് സുരക്ഷയുടെ ആണിക്കല്ല്. നമ്മൾ ഓരോ യാത്രക്കാർ അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കോ പൈലറ്റുമാർ മറ്റ് സ്റ്റാഫ് എല്ലാവരും അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സുകുമാരി ചേച്ചി എല്ലാവർക്കും വളരെ നന്നായിട്ടറിയാം. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പല ടെൻഷനുകളിലോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലോ ഉറക്കം ശരിയാവാതെയൊക്കെ ആയിരിക്കും വരുന്നത്. എത്ര ടെൻഷൻ അടിച്ച് വരുമ്പോഴും സുകുമാരി ചേച്ചി ആ ട്രാക്കിൽ നിന്നുകൊണ്ട് വളരെ ചിരിച്ച് ഒരു കൈപൊക്കി ഒരു അഭിവാദ്യം കാണിക്കും. അത് കാണുമ്പോൾ നമുക്ക് വളരെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. സുകുമാരി ചേച്ചിക്ക് സന്തോഷകരമായ ഒരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. നിരവധി അവാർഡുകളും സുകുമാരി ചേച്ചി തേടിയെത്തിയിട്ടുണ്ട്. വിശ്രമ ജീവിതം കുടുംബത്തോടൊപ്പം കൃഷിയിൽ ശ്രദ്ധിക്കാനാണ് സുകുമാരി ചേച്ചിയുടെ ആഗ്രഹം. ഇനിയുള്ള കാലം വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ഈ മാർച്ച് 31 ചുമതലകൾ കൈമാറുമ്പോൾ ജോലിയുടെ മൂല്യങ്ങൾ കൂടിയാണ് വരും തലമുറയ്ക്ക് സുകുമാരി ചേച്ചി കൈമാറുന്നത്. സുകുമാരി ചേച്ചി ആശംസകളോടെ യാത്രയാകാൻ ലോക്കോ പൈലറ്റുമാരും എത്തിയിരുന്നു. മംഗലാപുരം വരെയും എറണാകുളം വരെയും വർക്ക് ചെയ്യുന്നതാണ്. ഇത്രയും ലോങ് സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമയേകുന്ന ഒരു ചേച്ചിയാണ് സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോയുമായി എത്തും. അതുവരെയും ബൈ.